അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന വ ഹബീബിന മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വ അലാ മൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മ ബഅദ്. വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സത്യാന്വേഷികളായ സഹോദരങ്ങളെ, ശവ്വാലിലെ 6 നോമ്പുമായി ബന്ധപ്പെട്ട് പല സംശയങ്ങളും ആളുകൾക്കുണ്ട്. ഇൻഷാ അള്ളാഹ് അത്തരം സംശയങ്ങൾ ദൂരീകരിക്കുവാനുള്ള ഒരു ശ്രമമാണ് ഈ സംസാരത്തിലൂടെ നാം നിർവഹിക്കുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യം, എന്താണ് 6 നോമ്പ് എന്ന് പറഞ്ഞാൽ, ശവ്വാലിലെ 6 നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ പ്രാധാന്യം എന്താണ്? ആ ചോദ്യത്തിനുള്ള മറുപടി നമുക്ക് കാണാൻ സാധിക്കും. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, മൻ സ്വാമ റമദാന, ഒരാൾ റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിച്ചു, സുമ്മ പിന്നീട് അതിനുശേഷം അത്ബഅഹു സിത്തൻ മിൻ ഷവ്വാൽ, ഷവ്വാൽ മാസത്തിൽ നിന്നും 6 നോമ്പുകളും അതിനോട് അനുബന്ധിച്ച് അനുഷ്ഠിച്ചു എങ്കിൽ കാന കസിയാമിദ്ദഹർ, അങ്ങനെ നോമ്പനുഷ്ഠിച്ചാൽ ഒരു വർഷം മുഴുവൻ നോമ്പനുഷ്ഠിച്ചതുപോലെയാണ്. അപ്പോൾ ഇതിൽ നിന്ന്, ഈ ഹദീസിൽ നിന്ന് ഈ 2 ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടി. ഒന്ന്, എന്താണ് 6 നോമ്പ്? 6 നോമ്പെന്ന് പറഞ്ഞാൽ റമദാൻ മാസം കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ശവ്വാൽ മാസമാണ്. അങ്ങനെ റമദാനിൽ പൂർണ്ണമായും നോമ്പനുഷ്ഠിച്ച ഒരു വ്യക്തി ശവ്വാൽ മാസത്തിൽ നിന്നും 6 നോമ്പുകൾ കൂടി നോറ്റാൽ, അപ്പോൾ ശവ്വാൽ മാസത്തിൽ റമദാനിനെ പിന്തുടർന്നുകൊണ്ട് നോൽക്കുന്ന 6 നോമ്പുകൾക്കാണ് ശവ്വാലിലെ 6 നോമ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് ചോദിച്ചാൽ, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, കാന കസിയാമിദ്ദഹർ, ഒരു വർഷം മുഴുവൻ നോമ്പ് നോറ്റതുപോലെയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ പ്രാധാന്യം. ഈ നോമ്പ് സുന്നത്തായ നോമ്പ് നോറ്റ അതേ പ്രതിഫലമല്ല, മറിച്ച് ഉലമാക്കൾ പറഞ്ഞത് ഇത് റമദാനിനോട് ചേർത്താണല്ലോ പറഞ്ഞത്. അതുകൊണ്ട് റമദാനിൽ നോമ്പ് നോറ്റ ഫർളിൻ്റെ അതേ പ്രതിഫലം ലഭിക്കുന്നതാണ് എന്നാണ്. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത്, ബി അന്ന സൗമ സിത്തത്തി അയ്യാമിൻ മിൻ ശവ്വാൽ ബഅദ റമദാൻ യഅദിലു സിയാമ സനത്തിൻ ഫർളാ. ഇവിടെ പറഞ്ഞ ആ 6 നോമ്പുകൾ കൂടി നോറ്റാൽ അത് റമദാനിലെ ഫർള് നോമ്പിനോട് ചേർന്നാണ് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആ ഫർളിൻ്റെ അതേ പ്രതിഫലം ലഭിക്കും. ശവ്വാലിലെ 6 നോമ്പ് ഫർളല്ല, അത് സുന്നത്താണ്. പക്ഷെ അത് നോറ്റാൽ റമദാനിലെ നോമ്പിൻ്റെ അതേ പ്രതിഫലം ലഭിക്കുന്നതാണ്. അപ്പോൾ അതൊരു വർഷം മുഴുവൻ നോമ്പ് നോറ്റതുപോലെയാണ് എന്ന് പറയുമ്പോൾ ഒരു വർഷം മുഴുവൻ നിർബന്ധ നോമ്പ് നോറ്റതിൻ്റെ അതേ പ്രതിഫലം ലഭിക്കുന്നതാണ്. ഇതാണ് പല പണ്ഡിതന്മാരും വ്യക്തമാക്കിയിട്ടുള്ള കാര്യം. അപ്പോൾ ഒരു വർഷം മുഴുവൻ, അഥവാ 360 65 ദിവസം, ഒരു വർഷത്തിൽ എത്രയാണോ, അറബി വർഷത്തിൽ എത്രയാണോ ദിവസങ്ങളുള്ളത്, അത്രയും ദിവസം നോമ്പനുഷ്ഠിച്ചതിൻ്റെ, പ്രത്യേകിച്ചും ഫർള് നോമ്പനുഷ്ഠിച്ചതിൻ്റെ പ്രതിഫലം ലഭിക്കും ശവ്വാൽ മാസത്തിൽ കൂടി 6 നോമ്പുകൾ നമ്മൾ നോറ്റാൽ. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രാധാന്യവും എന്താണ് 6 നോമ്പ് എന്നും നമുക്ക് വിശദീകരിക്കുവാനുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ചില ആളുകൾ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് അതിൻ്റെ കൂടെ, ചിലർക്ക് റമളാനിൽ ഖളാ വീട്ടാനുണ്ടാകും നോമ്പ്, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് 5 ദിവസമോ 6 ദിവസമോ 7 ദിവസമോ ഒക്കെ അവർക്ക് നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അതേപോലെ തന്നെ പുരുഷന്മാരാണെങ്കിൽ രോഗം കാരണത്താലോ യാത്രകൾ കാരണത്താലോ നഷ്ടപ്പെട്ട നോമ്പുകൾ. ഈ നോമ്പുകൾ ഖളാ വീട്ടേണ്ടതുണ്ടല്ലോ. അപ്പോൾ 6 നോമ്പ് നോൽക്കുമ്പോൾ ഈ ഖളാഇൻ്റെ നിയ്യത്തുകൂടി വെച്ചുകൊണ്ട് അവർക്ക് നോമ്പനുഷ്ഠിക്കാമോ? അപ്പോൾ 2 കാര്യങ്ങൾ നടക്കും. ഒന്ന്, റമളാനിലെ ഖളാ വീട്ടുക എന്നുള്ള ആ ഖളാ വീട്ടലും നടക്കും, ശവ്വാലിൽ 6 നോമ്പും ലഭിക്കും. ഇങ്ങനെ 2 നിയ്യത്തും കൂടി ഒരുമിച്ച് വെച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കാമോ? അവിടെ നമുക്ക് പറയാനുള്ളത് അത് ഒരിക്കലും പാടില്ല എന്നുള്ളതാണ്. കാരണം ഇവിടെ നമുക്കറിയാം, ഒരു വർഷത്തെ നോമ്പിനോടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തുലനപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അത് പൂർണ്ണമായും എത്ര നോമ്പ് വരേണ്ടതുണ്ട്? 36 നോമ്പുകൾ കൃത്യമായി വരേണ്ടതുണ്ട്. കാരണം അതിൻ്റെ കണക്കങ്ങനെയാണ്, ഒരു നോമ്പിന് ഒരു നന്മക്ക് 10 ഇരട്ടിയാണ് കൂലി. അപ്പോൾ ഒരു നോമ്പിന് 10 നോമ്പിൻ്റെ പുണ്യമാണുള്ളത്. അപ്പോൾ 30 നോമ്പ് നോറ്റാൽ 30 × 10 300, പിന്നെ 6 × 10 60, 360. അപ്പോൾ 360 ദിവസമാണ് ഏകദേശം ഒരു വർഷത്തിൽ ഉള്ളത്. അപ്പോൾ ഈ 360 ദിവസം ലഭിക്കണമെങ്കിൽ 36 നോമ്പ് കൃത്യമായി കിട്ടണം. അതുകൊണ്ട് തന്നെ ഖളാഇൻ്റെ നിയ്യത്തും ശവ്വാൽ 6 നോമ്പിൻ്റെ നിയ്യത്തും ഒരുമിച്ച് വെച്ചാൽ
നോമ്പ് ഇരട്ടിക്കുന്നില്ല അവിടെ, മറിച്ചത് 30 ആയിത്തീരുന്നുള്ളൂ. മറിച്ച് 36 നോമ്പ് കൃത്യമായി പൂർണ്ണമായി വേണം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇബ്നു മാജ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മൻ സ്വാമ സിത്തത അയ്യാമിൻ ബഅദൽ ഫിത്ർ, ആരാണോ 6 ദിവസം ബഅദൽ ഫിത്ർ, ഫിത്റിന് ശേഷം, ഈദുൽ ഫിത്റിന് ശേഷം 6 നോമ്പ് നോൽക്കുന്നത്, കാന തമാമസ്സന, അത് മുഴുവൻ വർഷവും നോമ്പ് നോറ്റതുപോലെയാണ്. കാരണം മൻ ജാഅ ബിൽ ഹസനത്തി ഫലഹു അശ്റു അംസാലിഹ, ഒരു നന്മക്ക് 10 ഇരട്ടിയാണ് കൂലി. അപ്പോൾ 36 ഉണ്ടെങ്കിലേ 360 ഉണ്ടാവുകയുള്ളൂ. അത് ഇബ്നു ഖുസൈമയുടെ സ്വഹീഹിൽ ഒന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കി. സൗബാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്, സിയാമു റമളാൻ ബി 10 അശ്ഹുർ, റമളാനിലെ 30 നോമ്പ് 10 മാസത്തെ നോമ്പിന് തുല്യമാണ്. കാരണം 30 × 10 അപ്പോൾ 10 മാസം. വസിയാമു സിത്തത്തി അയ്യാമിൻ ബി ഷഹ്റൈൻ, 6 ദിവസത്തെ നോമ്പ് 2 മാസത്തിന് തുല്യമാണ്. അഥവാ 3 × 10 30, ഒരു മാസം. 3 × 6 60, അപ്പോൾ 2 മാസം. അപ്പോൾ 10ഉം 6ഉം, അപ്പോൾ 10ഉം 2ഉം 12, 12 മാസമായി. ഫദാലിക സിയാമുസ്സന, അതാണ് ഒരു വർഷത്തെ നോമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കുകയാണ്, 36 ദിവസം പൂർണ്ണമായും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഖളാഇൻ്റെ നിയ്യത്തും അതേപോലെ തന്നെ ശവ്വാലിലെ 6 നോമ്പിൻ്റെ നിയ്യത്തും ഒരുമിച്ച് വെച്ച് ഒറ്റ നോമ്പിൽ അത് രണ്ടും കൂടി വീടുകയില്ല. മറിച്ച് റമളാനിലെ 30 നോമ്പുകളും നോറ്റ് വീട്ടേണ്ടതുണ്ട്. അത് പൂർണ്ണമായും, കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് പോലെ തുക്മിലുൽ ഇദ്ദ, നിങ്ങൾ എണ്ണം പൂർത്തിയാക്കണം. അപ്പോൾ റമളാനിലെ എണ്ണം പൂർത്തിയാക്കിയിട്ട് പിന്നെ വേണം ശവ്വാലിലെ 6 നോമ്പ് നോൽക്കാൻ. അതുകൊണ്ടാണ് ഈ ഹദീസിൽ പ്രത്യേകം പറഞ്ഞത്, മൻ സ്വാമ റമളാന, റമളാനിലെ നോമ്പ് നോൽക്കണം. സുമ്മ അത്ബഅഹു സിത്തം മിൻ ശവ്വാൽ, പിന്നീട് ശവ്വാലിലെ 6 നോമ്പും നോക്കണം. അപ്പോൾ 36 നോമ്പ് കൃത്യമായി ഉണ്ടായിരിക്കണം. ഖളാഉം ശവ്വാലിലെ 6 നോമ്പും ഒരുമിച്ച് നിയ്യത്താക്കാൻ പാടില്ല എന്നർത്ഥം. പിന്നീട് ചോദിക്കാറുള്ള ചോദ്യം, റമളാനിലെ നോമ്പ് ഖളാ വീട്ടിയതിന് ശേഷമാണോ ശവ്വാലിലെ നോമ്പ് നോൽക്കാൻ പറ്റുന്നത്? അതല്ല, ശവ്വാലിൽ 6 നോമ്പ് നോൽക്കുകയും പിന്നീട് ഖളാ വീട്ടാനുള്ളത് തൊട്ടടുത്ത റമളാനിന് മുമ്പ് ഏതെങ്കിലും മാസം നോറ്റ് വീട്ടിയാൽ പോരെ എന്നാണ്. അവിടെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർക്കിടയിലുണ്ടെങ്കിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും ശരിയായ അഭിപ്രായം, ഏറ്റവും പ്രബലമായ അഭിപ്രായമെന്ന് പറയുന്നത്, റമളാനിൽ ഖളാ ഉള്ളത് ആദ്യം വീട്ടണം, എന്നിട്ടേ ശവ്വാലിലെ 6 നോമ്പ് നോൽക്കാൻ പാടുള്ളൂ. അത് ഈ ഹദീസിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ തന്നെ കാണാം. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? മൻ സ്വാമ റമളാന, ആരാണോ റമളാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കുന്നത്, എന്നിട്ടാണ് പറയുന്നത് സുമ്മ, പിന്നീട്. ഇവിടെ സുമ്മ എന്ന് പറയുന്നത് തർത്തീബിനെ, തുടർച്ചയെ കാണിക്കുന്നു. ഒന്നിനു ശേഷം മറ്റൊന്നുണ്ടാവണം എന്നതിനെ കാണിക്കുന്നു. അപ്പോൾ റമളാനിൽ നോമ്പ് ബാക്കിയുള്ള ആളുകൾ റമളാൻ മുഴുവൻ നോമ്പ് നോറ്റവനെ പോലെയല്ല, അവർക്ക് ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ റമളാൻ മുഴുവൻ നോമ്പ് നോറ്റവരുടെ സ്ഥാനത്ത് അവരില്ല, അവർക്ക് നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർ ആദ്യം ചെയ്യേണ്ടത് നഷ്ടപ്പെട്ട നോമ്പ് ഖളാ വീട്ടുകയാണ്. സുമ്മ അത്ബഅഹു സിത്തം മിൻ ശവ്വാൽ, എന്നിട്ട് ശവ്വാലിലെ 6 നോമ്പ് നോൽക്കണം. മാത്രവുമല്ല, ആ 6 നോമ്പ് ശവ്വാലിൽ തന്നെ നോറ്റുവിട്ടണം. ഈ 36ഉം ശവ്വാലോടുകൂടി സംഭവിക്കേണ്ടതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, റമളാനിലെ 30 നോമ്പുകൾ ഏകദേശം 10 മാസത്തിന് തുല്യമാണ്. പിന്നെ 6 നോമ്പുകൾ 2 മാസത്തിനും തുല്യമാണ്. അപ്പോൾ 12 മാസത്തിന് തുല്യമാവണമെങ്കിൽ ഈ 36 നോമ്പ് ശവ്വാലിൽ തന്നെ സംഭവിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ആദ്യം ഖളാ വീട്ടുക, പിന്നെ ശവ്വാലിൽ തന്നെ 6 നോമ്പുകളും നോൽക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ഈ പ്രതിഫലം ലഭിക്കുന്നത്. അതുകൊണ്ട് ഉലമാക്കൾ പറയുന്നത്, ഈ വിഷയത്തിലെ ഏറ്റവും ശരിയായ അഭിപ്രായം എന്ന് പറയുന്നത്, ആദ്യം ഖളാ വീട്ടിയതിന് ശേഷമായിരിക്കണം ശവ്വാലിലെ 6 നോമ്പ് നോൽക്കേണ്ടത്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയത്തിലുള്ള അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, അന്ന റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ മൻ സാമ റമദാന സുമ്മ അത്ബഅഹു സിത്തൻ മിൻ ശവ്വാൽ കാന കസിയാമിദ് ദഹർ വല്ലദി അലൈഹി ഖദാഉൻ മിൻ റമളാൻ ലാ യകൂനു മുത്ബിഅൻ അസ്സിത്ത മിൻ ശവ്വാൽ ലിറമളാൻ ലിഅന്നഹു ഖദ് ബഖിയ അലൈഹി ബഅദു റമളാൻ ഫലാ യകൂനു മുത്ബിഅൻ ലഹാ ലിറമളാൻ ഹത്താ യുക്മില മാ അലൈഹി മിൻ റമളാൻ. അദ്ദേഹം പറയുന്നത്, ഇവിടെ അള്ളാഹുവിൻ്റെ റസൂൽ റമളാനിലെ നോമ്പ് അനുഷ്ഠിച്ചിട്ട് പിന്നെ അതിനോട് ശവ്വാലിലെ 6 നോമ്പ് അതിനോട് ചേർത്താൽ എന്നാണ്. അപ്പോൾ റമളാനിൽ നോമ്പ് ബാക്കി ഉണ്ടെങ്കിൽ റമളാനിനോട് ചേർക്കുക എന്ന പ്രയോഗത്തോട് അത് യോജിക്കുകയില്ല. അതുകൊണ്ട് ഖളാ ഉള്ള ആളുകൾ ആദ്യം ഖളാ വീട്ടുകയും എന്നിട്ട് ശവ്വാലിലെ 6 നോമ്പ് നോൽക്കുകയുമാണ് വേണ്ടത്. അപ്പോൾ മറ്റഭിപ്രായങ്ങളുണ്ടെങ്കിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും സൂക്ഷ്മതയുള്ളതും
ഏറ്റവും പ്രബലമായ ശരിയോടടുത്ത് നിൽക്കുന്നതും മറ്റു ഹദീസുകളുടെ ആശയങ്ങളോട് യോജിച്ച് നിൽക്കുന്നതും റമളാനിൽ ഖളാ ഉള്ളവർ ആദ്യം ആ ഖളാ വീട്ടട്ടെ, എന്നിട്ടാണ് അവർ ഷവ്വാലിലെ 6 നോമ്പിലേക്ക് വരേണ്ടത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീടുള്ളൊരു ചോദ്യം, ഇത് ഷവ്വാലിലെ ആദ്യ ദിവസങ്ങളിൽ തന്നെ നോറ്റ് തുടങ്ങേണ്ടതുണ്ടോ, അതല്ല ഷവ്വാൽ മാസത്തിൽ ഏതെങ്കിലും ദിവസങ്ങളിൽ ആയാൽ മതിയോ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഖളാ നോമ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ റമളാനിൽ നോമ്പ് ഏതെങ്കിലും നിലക്ക് നഷ്ടപ്പെടുന്നവരായിരിക്കും വലിയൊരു വിഭാഗം ആളുകൾ. അവർക്കെന്തായാലും ഖളാ വീട്ടിയാലേ ഷവ്വാലിലെ നോമ്പ് നോറ്റു തുടങ്ങാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഷവ്വാലിൽ ഈദുൽ ഫിത്ർ കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർക്ക് ഷവ്വാലിലെ 6 നോമ്പ് നോൽക്കാൻ കഴിയില്ല, അവർക്ക് ഖളാ വീട്ടാനുണ്ടാകും. ഒരു പോയിൻ്റ് അതാണ്. രണ്ടാമത്തത്, ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് സുമ്മ അത്ബഅഹു സിത്തം മിൻ ഷവ്വാൽ, ഷവ്വാലിൽ നിന്ന് 6 നോമ്പുകളും എന്ന് പറഞ്ഞാൽ റമളാൻ കഴിഞ്ഞ ഉടനെ എന്നുള്ള നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. മിൻ ഷവ്വാൽ എന്ന് പ്രയോഗിച്ചാൽ അതിൻ്റെ അർത്ഥം പണ്ഡിതന്മാർ, അറബി ഭാഷയിൽ പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാർ പറയുന്നത് ഷവ്വാലിൽ നിന്നും എന്ന് പറഞ്ഞാൽ ഷവ്വാലിലെ ഏത് ദിവസവും അതിനനുയോജ്യമാണ്. അതുകൊണ്ട് തന്നെ ഷവ്വാലിലെ ഏത് ദിവസം ഈ നിയ്യത്തോടു കൂടി നോമ്പ് നോറ്റാൽ അവർക്കത് ലഭിക്കുന്നതാണ്. അത് ആദ്യത്തെ 6 ദിവസം എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടില്ല, മറിച്ച് ആ മാസത്തെ മൊത്തത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് സംശയങ്ങൾക്ക് മറുപടിയായി. എന്താണ് ആ ഒരുപാട് സംശയങ്ങൾ? ഒന്ന്, ഈദുൽ ഫിത്ർ കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ നോമ്പ് നോൽക്കേണ്ടതില്ല, മറ്റു ദിവസങ്ങളിലേക്ക് നീട്ടിവെക്കാം. ചില പണ്ഡിതന്മാർ പറഞ്ഞത് നമുക്ക് അതിഥികളുണ്ട്, അതേപോലെ തന്നെ കുടുംബ സന്ദർശനമുണ്ട്, എങ്കിൽ അവർ അല്പ ദിവസം കഴിഞ്ഞ് നോമ്പ് തുടങ്ങുന്നതാണ് ഖൈർ എന്ന് പറഞ്ഞവർ വരെ ഉണ്ട്. അങ്ങനെ ചെയ്യണമെന്നല്ല പറയുന്നത്, അങ്ങനെ പറഞ്ഞവർ വരെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഷവ്വാലിൽ ഏത് ദിവസവും ഈ നോമ്പ് നോൽക്കാവുന്നതാണ്. ഈദുൽ ഫിത്ർ കഴിഞ്ഞ് ഉടനെ തന്നെ വേണമെന്നില്ല. അതേപോലെ തന്നെ തുടർച്ചയായി നോൽക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചിട്ടില്ല, മറിച്ച് റമളാൻ കഴിഞ്ഞ് ഷവ്വാലിൽ തന്നെ ആവണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഷവ്വാലിലെ ഓരോ നോമ്പും ഒന്നിനു പിറകെ ഒന്നായി നോൽക്കണമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് വ്യത്യസ്ത ദിവസങ്ങളിലാകാം. വേണമെങ്കിൽ അയ്യാമുൽ ബീളിൻ്റെ ദിവസങ്ങളിൽ അവർക്കത് തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ വ്യാഴവും തിങ്കളും ദിവസങ്ങളിൽ അത് തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ അല്പം നോമ്പുകൾ തുടക്കത്തിലും പിന്നെ മധ്യത്തിലും പിന്നെ ആ മാസത്തിന് അവസാനത്തിൽ, അങ്ങനെ ഏതാവട്ടെ ഷവ്വാലിൽ 6 നോമ്പ് നോറ്റാൽ മതി. അത് തുടർച്ചയായാലും ശരി, വ്യത്യസ്ത ദിവസങ്ങളിലാണെങ്കിലും ശരി, മാസത്തിൻ്റെ തുടക്കത്തിലോ മധ്യത്തിലോ അവസാനത്തിലോ ആണെങ്കിലും ശരി, അതൊന്നും വിരോധമില്ല എന്നാണ് നമുക്ക് പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളിൽ നിന്നും ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ചില ആളുകൾ ചോദിക്കുന്നത്, വ്യക്തമായ കാരണങ്ങൾ കൊണ്ട്, ന്യായമായ കാരണങ്ങൾ കൊണ്ട് ഒരു നിലക്കും ഷവ്വാലിൽ 6 നോമ്പ് നോൽക്കാൻ പറ്റാത്ത ആളുകൾ, അഥവാ ഖളാ വീട്ടാനും സാധിച്ചില്ല റമളാനിലെ, അതേപോലെ തന്നെ ഷവ്വാലിലെ 6 നോമ്പുകൾ ഷവ്വാലിൽ ന്യായമായ കാരണങ്ങൾ കൊണ്ട് നോൽക്കാൻ പറ്റാത്ത ആളുകൾക്ക് 1-2 നോമ്പ് വിട്ടുപോയി, അവർക്ക് ഷവ്വാൽ കഴിഞ്ഞാലും അത് നോൽക്കാൻ പറ്റുമോ എന്നാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് സുന്നത്താണ്, അതുകൊണ്ട് ആ സമയത്ത് നിർവഹിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ യാതൊരു കുഴപ്പവുമില്ല, അത് ഫർളല്ല. എന്നാൽ ഏതെങ്കിലും വ്യക്തികൾക്ക് വ്യക്തമായ കാരണമുണ്ടാവുകയും ഒരു ഖളാ എന്നുള്ള നിലക്ക് അവർ മറ്റു തൊട്ടടുത്ത തന്നെയുള്ള ഏറ്റവും സമീപസ്ഥമായ സമയത്ത് തന്നെ ഷവ്വാലിലെ 6 നോമ്പിൻ്റെ നിയ്യത്തോടുകൂടി അവരത് പൂർത്തീകരിച്ചാൽ അള്ളാഹുവിൻ്റെ ഫള് വിശാലമാണ്, അവർക്കതിനനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കും. കാരണം വ്യക്തമായ തടസ്സമുണ്ടായിട്ടാണ് അവർക്ക് നോൽക്കാൻ പറ്റാതിരുന്നത്. അതുകൊണ്ട് മറ്റു ദിവസങ്ങളിൽ ഈ ഒരു നിയ്യത്തോടു കൂടി, കാരണം ഷവ്വാലിലെ 6 നോമ്പ് എന്ന് പറയുന്നത് സുന്നത്താണ്, മറ്റു മാസങ്ങളിലും അത് അനുഷ്ഠിക്കാം, സുന്നത്ത് നോമ്പുകളുണ്ട്. അപ്പോൾ ഈ ഒരു നിയ്യത്തിൽ ചെയ്താൽ വിരോധമില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ. ഏതായിരുന്നാലും ശരി, കഴിവിൻ്റെ പരമാവധി ഷവ്വാൽ തീരുമ്പോഴേക്ക് തന്നെ ഖളാ ഉള്ള നോമ്പും ഷവ്വാലിലെ 6 നോമ്പും നോറ്റ് വീട്ടാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. പിന്നീട് പലരും ചോദിക്കുന്നൊരു ചോദ്യം, ഈ 6 നോമ്പ് അതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി. ഒരു വർഷം മുഴുവൻ ഫർള് നോമ്പ് നോറ്റതിൻ്റെ പ്രതിഫലം തന്നെ ലഭിക്കുന്നതാണ്. ഇത്തരമൊരു നോമ്പ് നിശ്ചയിച്ചതിൽ മറ്റു വല്ല ഹിക്മത്തുകളുമുണ്ടോ എന്ന് പല ആളുകളും ചോദിച്ചിട്ടുണ്ട്. പണ്ഡിതന്മാർ പല ഹിക്മത്തുകളും പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന്, സുന്നത്തായ നോമ്പുകൾ നമ്മൾ വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് ഫർളായ നോമ്പിൽ വന്ന വീഴ്ചകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുന്നതാണ്. അത് നമസ്കാരത്തിലും മറ്റേത് വിഷയത്തിലും അങ്ങനെയാണ്. സകാത്തിലെ പോരായ്മകൾ സദഖ കൊണ്ട് പരിഹരിക്കപ്പെടും. 5 വക്ത് നമസ്കാരത്തിൽ സംഭവിക്കുന്ന വീഴ്ചകളൊക്കെ മറ്റു സുന്നത്ത് നമസ്കാരങ്ങൾ കൊണ്ട് പരിഹരിക്കപ്പെടും. എന്നതുപോലെ തന്നെ റമളാനിലെ നോമ്പിൽ സംഭവിച്ച വീഴ്ചകൾ
പരിഹരിക്കപ്പെടാൻ ഷവ്വാലിലെ 6 നോമ്പ് കൊണ്ട് സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഒരു നന്മയുടെ തുടർച്ച എന്നുള്ള നിലക്ക്, അഥവാ റമദാൻ കഴിഞ്ഞ ഉടനെ തന്നെ നോമ്പ് അങ്ങോട്ട് അവസാനിപ്പിക്കുക, അങ്ങനെയല്ല. ആ നന്മയുടെ ഒരു തുടർച്ചയുണ്ടാകട്ടെ. അള്ളാഹു നമ്മുടെ അമലുകൾ സ്വീകരിച്ചു എന്നതിൻ്റെ ഒരു അടയാളം കൂടിയാണത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മുറിഞ്ഞു പോകാതെ ആ നന്മയിൽ ഒരു തുടർച്ചയുണ്ടാവുക എന്നുള്ളത്. അതേപോലെ തന്നെ ചില ഉലമാക്കൾ പറഞ്ഞു, നിർബന്ധ നമസ്കാരത്തിന് മുമ്പും ശേഷവും സുന്നത്ത് നമസ്കാരങ്ങളുള്ളതുപോലെ റമളാനിലെ നിർബന്ധമായ നോമ്പിൻ്റെ മുമ്പേ, അഥവാ ഷഅബാൻ മാസത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ ധാരാളം നോമ്പ് നോറ്റിട്ടുണ്ട്. അതിന് ശേഷം ഷവ്വാലിലും അല്പം നോമ്പുകൾ. അപ്പോൾ ഫറളായ നോമ്പിന് മുമ്പേയും ശേഷവും സുന്നത്തായ നോമ്പുകൾ എന്ന ഒരു ഹിക്മത്തും അതിലുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പല ഹിക്മത്തുകളും പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഷവ്വാലിലെ നോമ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കലും ഖളാഉം ഷവ്വാലിൽ 6 നോമ്പും ഒരേ നിയ്യത്തിൽ നോൽക്കാൻ പാടില്ല. മറിച്ച് 36 നോമ്പ് തികച്ചും ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോഴേ ഒരു വർഷത്തെ നോമ്പിനത് തുല്യമാവുകയുള്ളൂ. അതേപോലെ തന്നെ ഖളാ വീട്ടിയതിന് ശേഷമാണ്, റമളാനിലെ ഖളാ വീട്ടിയതിന് ശേഷമാണ് ഷവ്വാലിലെ നോമ്പ് നോറ്റ് തുടങ്ങേണ്ടത്. അതേപോലെ തന്നെ ഷവ്വാലിലെ ഏത് ദിവസങ്ങളിലും ഈ നോമ്പ് നോൽക്കാം. തുടർച്ചയായോ ഇടവിട്ട ദിവസങ്ങളിലൊക്കെ മാറി നോൽക്കുന്നതിനൊന്നും വിരോധമില്ല. എങ്കിലും ഖൈറായ കാര്യങ്ങളിൽ മത്സരിച്ച് മുന്നോട്ട് വരലും പിന്നേക്ക് മാറ്റിവെക്കാതിരിക്കലുമാണ് ഖൈർ. കാരണം പിന്നെ ആവട്ടെ എന്ന് കരുതിയാൽ പലപ്പോഴും നമുക്കത് അനുഷ്ഠിക്കാൻ പറ്റാതെ വന്നേക്കാം. അതുകൊണ്ട് നന്മ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാൽ അത് അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അത് നിർവഹിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും നല്ല നിലക്ക് ഇബാദത്തുകൾ ചെയ്യുവാനുമുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.